Wish you all a wonderful day, my dear students. Today we are going through the text selections from The Cry of the Gull by Emmanuel Laboret. I will be reading from the text and discussing the key aspects in the chapter. I let out screams, lot of them, real ones. Not because I was hungry or thirsty, afraid or in pain, but because I was beginning to want to talk. I wanted to hear myself, but the sounds I was making weren't rebounding back to me. ഇമാനുവൽ ലബോററ്റ് അവരുടെ ആത്മകഥയായിട്ടുള്ള ദ ക്രൈ ഓഫ് ദ ഗള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പോർഷൻസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ആരംഭിക്കുന്നത് തന്നെ അവരുടെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെടുത്തി ഉള്ള ഓർമ്മകളിൽ നിന്നാണ്. നമുക്കറിയാം, ഇമാനുവൽ ലബോററ്റ് ജന്മനാൽ തന്നെ ബധിരയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് ഈ ഒരു ആദ്യ ഭാഗത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചിരുന്നു, ഒരുപാട് തവണ ശരിക്കും. പക്ഷേ ഞാനത് വിശപ്പ് കൊണ്ടോ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേദനിച്ചിട്ടോ അല്ല കുട്ടിയായിരുന്ന ഞാൻ അത്തരത്തിൽ അലറി വിളിച്ചിരുന്നത്. എനിക്ക് സംസാരിക്കണമായിരുന്നു, എനിക്ക് കേൾക്കണമായിരുന്നു. പക്ഷേ ഞാൻ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളൊന്നും എനിക്ക് തിരിച്ച് കേൾക്കുന്നില്ലായിരുന്നു. ദാറ്റ് ഈസ് what she is trying to say in this first paragraph itself. I could feel the vibration. I know I was screaming, but the sound didn't mean a thing to my mother and father. To them, they were like the piercing cries of a seabird, like a gull gliding over the ocean. So they nicknamed me Mouette, which means seagull in French. നമുക്കറിയാം, ഇമാനുവൽ ലബോററ്റ് ഒരു ഫ്രഞ്ചുകാരിയാണ്. ആൻഡ് ഷീ സെയിങ് ഐ കുഡ് ഫീൽ ദ വൈബ്രേഷൻ. എനിക്ക് ആ വൈബ്രേഷനുകൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ ശബ്ദങ്ങൾ ശക്തമായി പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ആ ശബ്ദങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും ഒന്നും അത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അവർക്ക് അതെല്ലാം ഒരു കടൽക്കാക്കയുടെയോ അല്ലെങ്കിൽ കടൽക്കൊറ്റിയുടെയോ ശബ്ദം പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണോ ഒരു കടൽക്കാക്ക അല്ലെങ്കിൽ കടൽക്കൊക്ക് ആ വലിയ സമുദ്രത്തിന് മുകളിലൂടെ പറക്കുന്നത്, അപ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയാണ് അവർക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് മൊവറ്റ് എന്ന് പേരിട്ടു. ഒരു ചെല്ലപ്പേരായി അല്ലെങ്കിൽ വിളിപ്പേരായി മൊവറ്റ് എന്ന് വിളിച്ചു. മൊവറ്റ് എന്ന വാക്കിൻ്റെ ഫ്രഞ്ചിലെ അർത്ഥം എന്ന് പറയുന്നത് കടൽക്കാക്ക എന്നായിരുന്നു. The little seagull shrieked about the ocean of noise she couldn't hear and no one understood her cries. അത് ഏതുപോലെയായിരുന്നു? The shrieking sound. ആ കടൽക്കാക്ക ആകാശത്ത് കൂടി കടലിൻ്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഷ്രീക്കിംഗ്, അതിശക്തമായിട്ടുള്ള ആ ഒച്ചയുമായാണ് അവർക്ക് അതിനെ താരതമ്യം ചെയ്യാൻ തോന്നിയത്. യു ആർ എ വെരി ബ്യൂട്ടിഫുൾ ബേബി, മൈ മദർ റിക്കോൾസ്. എൻ്റെ അമ്മയുടെ ഓർമ്മകളിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇമാനുവൽ ലബോററ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ഒരു പാരഗ്രാഫിൽ വിവരിക്കുന്നത്. യു ആർ എ ബ്യൂട്ടിഫുൾ ബേബി. നീ വളരെ സുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. It was an easy birth. You weighed 7 pounds 11 ounces. You cried when you were hungry. You laughed and babbled like other babies. You were happy. We didn't realize right away. We just thought you were the well-behaved because on evening when we had friends over, you would sleep soundly, even with the music blaring in the living room. When was next to room where you were sleeping. We were proud to have such a good baby. We thought you were normal.
because you would turn your head whenever the door slammed. We didn't know it was because you could feel the vibration. And rafts on the floor where you were playing, and when your father put on a record, you would dance in your playpen, swaying back and forth, swimming your arms and legs. So, ഈ ഒരു പാരഗ്രാഫിൽ ഇമ്മാനുവൽ ലബോററ്റിൻ്റെ അമ്മ അവളെക്കുറിച്ച് ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങളാണ്. ഇമ്മാനുവൽ ലബോററ്റിനെ കുറിച്ച്, അവളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങളാണ്, സംഭാഷണമാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ കാണാൻ കഴിയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഇമ്മാനുവൽ ലബോററ്റിൻ്റെ അമ്മ പറയുകയാണ്, ഇറ്റ് വാസ് എൻ ഈസി ബർത്ത്. നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് വെറും 7 പൗണ്ടും 11 ഔൺസും മാത്രമായിരുന്നു ഭാരം. നീ വിശപ്പുണ്ടായിരുന്നപ്പോഴൊക്കെ നല്ല രീതിയിൽ കരയുമായിരുന്നു, ചിരിക്കുമായിരുന്നു. ചെറിയ കുട്ടികളുണ്ടാക്കുന്ന പോലെയുള്ള ശബ്ദങ്ങളെല്ലാം നീയും ഉണ്ടാക്കുമായിരുന്നു. നീ എപ്പോഴും സന്തോഷത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അക്കാര്യം മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ കരുതിയിരുന്നത് നീ എല്ലാ കുട്ടികളെക്കാളും കുറച്ചുകൂടി വളരെ സൗമ്യ സ്വഭാവവും വളരെ വെൽ മാനേർഡായിട്ടുള്ള നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ ശബ്ദമുള്ള പാട്ടെല്ലാം ലിവിങ് റൂമിൽ വയ്ക്കുമായിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത റൂമിൽ നിന്നെ കിടത്തി ഉറക്കിയിട്ടും ഉണ്ടാവും. പക്ഷേ ഒരിക്കൽ പോലും നീ ആ ശബ്ദങ്ങൾ കേട്ട് നിലവിളിക്കുകയോ അലറിക്കരയുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. നീ വളരെ നല്ല കുട്ടിയായിരുന്നു. ഞങ്ങൾക്ക് നിന്നിൽ വളരെയധികം അഭിമാനവുമുണ്ടായിരുന്നു. നീ ഞങ്ങൾക്ക് എപ്പോഴും ഒരു നോർമൽ കുട്ടിയാണ് എന്നുള്ള തരത്തിൽ ഞങ്ങൾ നിന്നെ കണ്ടിരുന്നു. അതിനുമൊരു കാരണമുണ്ട്. എപ്പോഴെല്ലാമാണോ നിൻ്റെ അച്ഛൻ ആ വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോകുന്നത്, ആ സമയത്തെല്ലാം ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നീ തല പതിയെ തിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നില്ല, നീ ആ വൈബ്രേഷനുകൾ, ആ പ്രകമ്പനങ്ങൾ തറയിലൂടെ മനസ്സിലാക്കി ആണ് നീ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നത് എന്ന്. നിൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും പാട്ടിൻ്റെ റെക്കോർഡ് അത് ഓൺ ചെയ്യുന്ന സമയത്ത് നീ അത് കേട്ട് ഡാൻസ് കളിക്കുന്നത് പോലെ നിൻ്റെ പ്ലേപ്പെനിൽ ഇരുന്ന് മുന്നോട്ടും പിന്നോട്ടും ആയുമായിരുന്നു. നിൻ്റെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് അത് ആസ്വദിക്കുന്നത് പോലെ നീ എപ്പോഴും ചെയ്യുമായിരുന്നു. വാട്ട് യു മീൻ ബൈ പ്ലേപ്പെൻ? പ്ലേപ്പെൻ മീൻസ് ഇറ്റ് ഈസ് എ ടോയ്. കുട്ടികൾക്ക് ഒരു ചെറിയ അതിർവരമ്പൊക്കെ വെച്ചുകൊണ്ട് അതിനുള്ളിൽ കിടന്ന് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലേപ്പെൻ. ക്ലിയർ? We are continuing. I was at the age when the babies crawl around on all fours and start trying to say mama and dada, but I wasn't saying anything. I sensed vibrations on the floor. I felt them from the music and would join in with my seagull-like sound. At least that's what I've been told. She is trying to recollect some more memories from her very baby-like age. അവളുടെ ചെറുപ്പകാലത്ത് തീരെ കുഞ്ഞായിരുന്ന സമയത്തുള്ള ഓർമ്മകളാണ് വീണ്ടും ഇമ്മാനുവൽ ലബോററ്റ് നമ്മളോടായി പറയുന്നത്. ചെറിയ കുട്ടികളൊക്കെ മുട്ടിലെഴയുന്ന പ്രായത്തിലേക്ക് എത്തിയിരുന്നു ഞാൻ. ആ 4 കാലും ഉപയോഗിച്ച് പതിയെ നടക്കാൻ ആകുന്ന പ്രായത്തിലെത്തി. ആ സമയത്താണ് കുട്ടികൾ അമ്മ എന്നും അച്ഛ അല്ലെങ്കിൽ മമ്മ അല്ലെങ്കിൽ ദാദ എന്നെല്ലാം വിളിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്ന സമയം ആയിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു ശബ്ദവും തന്നെയും പുറപ്പെടുവിച്ചില്ല. അപ്പോഴും ഞാൻ എൻ്റെ വൈബ്രേഷൻ മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത്. തറയിലൂടെ വരുന്ന ആ പ്രകമ്പനങ്ങൾ മാത്രമായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു കമ്മ്യൂണിക്കേഷൻ. I felt them from the music and would join like the seagull-like sound. ആ കടൽക്കാക്കകളെ പോലെ ഉള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഒഴിച്ച് മറ്റൊന്നും തന്നെ ഞാൻ പുറപ്പെടുവിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് എന്നോടും പലരും പറഞ്ഞിട്ടുള്ളത്. I was perceptive little seagull. I had a secret, a world all to myself. She saying, ഞാൻ വളരെ ക്രാന്തദർശിയായിട്ടുള്ള ഒരു സീഗള്ളാണ്, ഒരു കടൽക്കാക്കയാണ്. എന്താണ്? എനിക്കൊരു ചെറിയ സ്വകാര്യം പറയാനുണ്ട്. എന്താണത്? അത് എൻ്റെ മാത്രം ലോകമായിരുന്നു.
I came from the seafaring family. My mother's father, grandfather, and brother were among the last of the Cape Horn sailors. That's another reason why they call me their little seagull. But the French word for seagull and mute look and sound practically the same. Muet, mute. So, which was I? Today, the strange phonetic similarity makes me smile. She is trying to recollect her past, her ancestry. അവളുടെ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഇവിടെ അവൾ പ്രതിപാദിക്കുന്നത്. എന്താണ് പറയുന്നത്? ഐ കെയിം ഫ്രം എ സീഫെയറിംഗ് ഫാമിലി. ഞങ്ങൾ പാരമ്പര്യമായി ഒരു സീഫെയറിംഗ് ഫാമിലി ആയിരുന്നു. വാട്ട് യു മീൻ ബൈ സീഫെയറിംഗ്? കടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് സെയിലേഴ്സ്. മുക്കുവന്മാരല്ല, പക്ഷേ കടലിൽ ചെന്ന് ആഴക്കടലുകളിലേക്ക് ചെല്ലുന്നവരെയാണ് സീഫെയറേഴ്സ് എന്ന് പറയുന്നത്. സെയിലേഴ്സ് ആയിട്ടുള്ളവർ, കടലൊക്കെ ചുറ്റി നടന്ന് അത്തരത്തിൽ സഞ്ചരിക്കുന്നവർ. മീൻപിടുത്തക്കാർ മാത്രം ആവണമെന്നില്ല. മീൻപിടുത്തക്കാരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വലിയ ദൂരയാത്രകളൊക്കെ പോകുന്ന അത്തരത്തിലുള്ളൊരു കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുകയാണ് ഇമ്മാനുവൽ ലബോററ്റ്. എൻ്റെ അമ്മയുടെ അച്ഛനും അപ്പൂപ്പനും ഏട്ടനും ഒക്കെ അടങ്ങുന്ന ആ ഒരു ആളുകൾ കേപ്പ് ഹോൺ സെയിലേഴ്സിൻ്റെ പാരമ്പര്യയിൽപ്പെട്ടിട്ടുള്ള അവസാനത്തെ വ്യക്തികളാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ പറയുകയാണ്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ കേപ്പ് ഹോൺ സെയിലേഴ്സ്? ചിലിയിൽ, അതായത് സദേൺ അമേരിക്കയിലെ ഏറ്റവും താഴെയുള്ള ഒരു രാജ്യമാണ് ചിലി. ആ ചിലിയുടെ അടുത്തായിട്ടുള്ള ഏറ്റവും ഒരു ടിപ്പിലായിട്ടുള്ള ഒരു മുനമ്പാണ് കേപ്പ് ഹോൺ. അവിടെ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തരും വളരെ അഭിമാനികളും അതുപോലെ വളരെ ശക്തരുമായിട്ടുള്ള ഒരു സെയിലേഴ്സ് ആണ് കേപ്പ് ഹോൺ സെയിലേഴ്സ്. ആ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് ഞാൻ എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഇമ്മാനുവൽ ലബോററ്റ് പറയുകയാണ്. ചിലപ്പോൾ അതൊരു കാരണമായിരിക്കാം എന്നെ അവർ സീഗൾ അല്ലെങ്കിൽ കടൽക്കാക്ക എന്ന് എനിക്ക് ചെല്ലപ്പേര് തരാനുള്ള കാരണം. മറ്റൊരു സിമിലാരിറ്റിയും കൂടെ ഇമ്മാനുവൽ ലബോററ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഷീ ഈസ് ടേക്കിംഗ് ദ ഫ്രഞ്ച് വേർഡ് ഫോർ സീഗൾ ആൻഡ് ഷീ ഈസ് ടേക്കിംഗ് മ്യൂട്ട്. വാട്ട് ഈസ് മ്യൂട്ട്? ബധിര എന്ന ആ വാക്കിൻ്റെ അർത്ഥത്തെയാണ് ഇവിടെ എടുക്കുന്നത്. ആ രണ്ടിൻ്റെയും ശബ്ദത്തിലുള്ള ഫ്രഞ്ചിലെ അർത്ഥങ്ങൾ തമ്മിലുള്ള ആ സിമിലാരിറ്റി അത് ആലോചിച്ച് അവൾ ചിരിക്കുകയാണ്. എന്താണ്? മുവറ്റ് മീൻസ് സീഗൾ, മ്യൂട്ടേ മീൻസ് മ്യൂട്ട്. ബധിര എന്നതും ആ കടൽക്കാക്ക എന്ന ആ രണ്ട് വാക്കുകളുടെയും ഫ്രഞ്ച് ഭാഷയിലുള്ള ഫോണറ്റിക് സിമിലാരിറ്റി, ആ ശബ്ദത്തിലുള്ള സിമിലാരിറ്റി ഓർത്ത് അവൾ ചിരിക്കുകയാണ്. Uncle Fifo, my father's older brother, was first to say Emmanuel makes shrieking sound because she can't hear herself. My father claimed it was my uncle who was the first to arouse our suspicion. The scene is frozen in my mind, says my mother. അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആയിട്ടുള്ള അങ്കിൾ ഫിഫോ ആണ് ആദ്യമായി അക്കാര്യം മനസ്സിലാക്കിയത്. അദ്ദേഹമാണ് എനിക്ക് ഇമ്മാനുവേൽ എന്ന പേര് നൽകിയത്. ആ ഇമ്മാനുവേൽ എന്ന ആ വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന തീക്ഷ്ണമായ ശബ്ദം അതുപോലും എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ മാമാവനായിട്ടുള്ള ഫിഫോ ആണ് ആദ്യമായി ഇക്കാര്യം മനസ്സിലാക്കിയത്, ഞാനൊരു ഡെഫായിട്ടുള്ള വ്യക്തിയാണ് എന്നത്. ആ ഒരു വാർത്ത തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. ദ സീൻ ഈസ് ഫ്രോസൺ ഇൻ മൈ മൈൻഡ്, സേസ് മൈ മദർ. ആ ഒരു ഇവൻറ്റ് അവരുടെ ജീവിതത്തെ മരവിപ്പിച്ച ഒരു നിമിഷമായിരുന്നു എന്ന്, ആ ഒരു തിരിച്ചറിവ് അവരുടെ ആ കുടുംബത്തെ തന്നെ മരവിപ്പിച്ച ഒരു നിമിഷമായിരുന്നു എന്ന് അമ്മ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു എന്ന് ഇമ്മാനുവൽ ലബോററ്റ് പറയുകയാണ്. My parents didn't want to believe it to such an extent. In fact, that was the only much later that I found out my parental grandfathers had been married in the chapel of National Institute of Deaf in Bordeaux. What more, the institute's director was my grandmother's stepfather.
In an attempt to hide their concern, perhaps, or avoid facing the truth, my parents had forgotten about all that. Basically, we were proud of not having a little brat who would wake them up in the wee hours of the morning so that they go into the habit of joking, referring to me as their little seagull. It was their way of not admitting they were worried because I was different. She is again thinking about her past. എൻ്റെ മാതാപിതാക്കൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ പോലും അത് അവർ പലപ്പോഴും മറക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. ഞാനൊരു ഡെഫായിട്ടുള്ള അല്ലെങ്കിൽ കേൾവിശക്തി ഇല്ലാത്തൊരു കുട്ടിയാണ് എന്ന കാര്യം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇമാനുവൽ ലബോറട്ടറി സേയിങ് ദാറ്റ് I found my parental grandparents had been married in the chapel of National Institute of Deaf in Bordeaux. എൻ്റെ അച്ഛനമ്മമാരുടെ മാതാപിതാക്കൾ കല്യാണം കഴിച്ചിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫ് എന്നറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെയുള്ള ഒരു ചാപ്പലിൽ വെച്ചാണ്, ബോർഡോക്സിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫിൽ ഉള്ളിലെ ഒരു ചാപ്പലിൽ വെച്ചാണ് അവർ വിവാഹിതരായത്. അതും ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കോയിൻസിഡൻസായി ഇമാനുവൽ ലബോററ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ആര്? ഹർ ഗ്രാൻഡ് മദേഴ്സ് സ്റ്റെപ്പ് ഫാദർ, മുത്തശ്ശിയുടെ രണ്ടാനച്ഛൻ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ കൂടിയായിരുന്നു എന്നത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റായാണ് ഇമാനുവൽ ലബോററ്റ് ഇവിടെ ഓർത്തെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പതിയെ പതിയെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരുന്നു. And she is saying basically they were proud of not having a little brat. അവരെ എപ്പോഴും രാവിലെ എണീറ്റ് ഒച്ചയും വിളിയും കരച്ചിലും ബഹളവുമായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയാ അല്ലായിരുന്നു ഞാൻ. അതൊരു നല്ല കാര്യമായിരുന്നു. ബാക്കിയുള്ള കുട്ടികളെ നോക്കുക, അവരെല്ലാം എന്തുമാത്രം അലറി വിളിച്ച് അവരുടെ അച്ഛനമ്മമാരുടെ പുലർക്കാല വേളയെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു വളരെ ലിറ്റിലായ ഒരു സീഗള്ളാണ്. വളരെ പക്വമതിയായിട്ടുള്ള ഒരു കടൽക്കാക്കയെ പോലെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. ഇറ്റ് വാസ് ദെയർ വേ ഓഫ് അഡ്മിറ്റിംഗ് ദാറ്റ് ദേ വർ വറീഡ് ബിക്കോസ് ഐ വാസ് ഡിഫറെൻറ്റ്. Some people say we end up yelling out what we really want to keep silent. In my case, I had to try to hear the difference between my scream and silence, to compensate for the absence of all words I saw moving on my mother's and father's lip, and whose meaning escaped me. And since my parents silenced their anguish, maybe I had to scream for them as well. Who knows? She is telling, some people say that we end up yelling out what we really want to keep silent. ചില ആളുകൾ പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും മൗനമായിട്ടിരിക്കുന്ന ഇരിക്കേണ്ടുന്നതായ സ്ഥലത്ത് പോലും നമ്മൾ ഒച്ചയും വിളിയും ബഹളവുമായി ആ ഒരു സിറ്റുവേഷനെ നശിപ്പിക്കുന്നവരാണ്. നമ്മൾ അമിതമായി നമ്മളുടെ ആ ഭാഷയെ ഉപയോഗിക്കുന്നവരാണ്. എൻ്റെ കാര്യത്തിലാവട്ടെ, എനിക്ക് മൗനം എന്നതോ അല്ലെങ്കിൽ അലർച്ച എന്നതോ അത് തമ്മിൽ പ്രത്യേകിച്ചൊരു വേർതിരിവ് കാണാറില്ല. എൻ്റെ അച്ഛനമ്മമാരുടെ ചുണ്ടിൽ നിന്നും പുറത്തു വരുന്ന ശബ്ദങ്ങളെ, അതിൻ്റെ അർത്ഥത്തെ തിരിച്ചറിയാൻ എനിക്ക് പലപ്പോഴും സാധിക്കുമായിരുന്നില്ല. ആൻഡ് സിൻസ് മൈ പാരൻസ് സൈലൻസ് ദെയർ ആംഗ്വിഷ്, മേ ബി ഐ ഹാഡ് ടു സ്ക്രീം ഫോർ ദം ആസ് വെൽ. പലപ്പോഴും അവരെന്നോട് മൗനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ട്. അവരതിന് കഠിനമായി പ്രയത്നിക്കുന്നുമുണ്ട്. ചിലപ്പോൾ ഞാൻ വളരെ അലറി വിളിക്കാത്തത് കൊണ്ടോ ഒച്ച എടുക്കാത്തത് കൊണ്ടോ അങ്ങനെ ആയിരിക്കാം എന്നാലോചിച്ച് അവൾ ആ ഒരു ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ചെറിയ സെക്ഷനിൽ. We will discuss the next section in the next video. Thank you.